വീട്ടിലെ പറമ്പിൽ വീണടിയുന്ന ഒന്നായിരുന്നു ചക്ക. അന്ന് അതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഞാൻ. ഇപ്പം ഗൾഫിൽ വന്നപ്പോൾ പൈസ കൊടുത്ത് വാങ്ങി തിന്നാൻ തുടങ്ങി. കാലം പോയ പോക്കേ. ഇന്ന് ഞാൻ സിമ്പിൾ ഒരു ചക്കപ്പുഴുക്കാണ് കാണിക്കുന്നത്. എന്നാൽ എനിക്കൊരു ചെറിയ അബദ്ധവും സംഭവിച്ച്. അത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? 400 ഗ്രാം ചക്ക മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. അതാണേ വാങ്ങിയത്. അത് കഴുകി നല്ലപോലെ വെള്ളം ഊറ്റിയിട്ട് നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചക്ക വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു തേങ്ങാക്കൂട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ മിക്സിൻ്റെ ഒരു ചെറിയ ജാറിൽ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. 8 ചെറിയ ഉള്ളിയും 3 വലിയ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് തേങ്ങ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എല്ലാം കൂടി ചേർത്താൽ ചിലപ്പോൾ തേങ്ങ അരഞ്ഞ് പേസ്റ്റ് പോലെയാവും. നമുക്ക് ചതച്ച ഒരു രീതിയിലാണ് വേണ്ടത്. ഇതുപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവും വരത്തില്ല. നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ആദ്യം പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെള്ളം കുറഞ്ഞു പോയി. ഒരു ലേശം കേട്ടോ. നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണേ. ബാക്കി ഉണ്ടെങ്കിൽ ഊറ്റിക്കളഞ്ഞാലും മതി. ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. സെയിം കുക്കറിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പം വേറൊരു കടായിലോട്ട് മാറ്റുന്നുണ്ടെന്നേ ഉള്ളൂ. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയാണേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ചൂടോടെ ചെയ്യുമ്പോൾ പെട്ടെന്നാവും. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുന്നത് നല്ലതാണ്. ആ അരപ്പും ചക്കയും ഒക്കെ നല്ലപോലെ പിടിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒക്കെ ചോറിൻ്റെയും തൈരും കൂട്ടി ഉടച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടത്. അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കി നോക്കണേ ഇതുണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ, ഇഷ്ടമായോ ഇല്ലയോ എന്ന്. ഇനി നമുക്കിതിന് വറുത്തിടാം. ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുക. ഒരു 4-5 ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു വറ്റൽ മുളകും ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഓഫാക്കാം. ഉള്ളി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ ഒഴിച്ച് ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി എനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞുതരാം. വെളുത്തുള്ളി ചേർത്തത് കൂടിപ്പോയി. 3 പകരം 2 ഇട്ടാൽ മതിയായിരുന്നു. വലുതായതുകൊണ്ടാണ് ഞാൻ 2 ചേർത്താൽ മതിയെന്ന് പറഞ്ഞേ. ചെറുതാണെങ്കിൽ 3 ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൊല്ലം സൈഡിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കുറച്ച് തൈര് ഒഴിച്ച് മിക്സാക്കി തിന്നണം. എൻ്റെ അമ്മോ, വാക്കുകളില്ല പറയാൻ. ഞാൻ പറഞ്ഞ പോലെ ട്രൈ ആക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ശരി.